നമസ്കാരം. ക്ഷേത്ര വരുമാനം ദൈവത്തിന് അവകാശപ്പെട്ടതാണെന്നും അത് ക്ഷേത്ര താൽപര്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂവെന്നും വ്യക്തമാക്കി സുപ്രീം കോടതി. സഹകരണ ബാങ്കിന്റെ അതിജീവനത്തിനായി ക്ഷേത്രപണം ഉപയോഗിക്കാനാകില്ലെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. വയനാട്ടിലെ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രവും തൃശ്ശിലേരി ശിവക്ഷേത്രവും സഹകരണ ബാങ്കുകളിൽ നടത്തിയ നിക്ഷേപം പിൻവലിച്ച് ദേശസാൽകൃത ബാങ്കിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ പരാമർശം. ഹൈക്കോടതി ഉത്തരവിനെതിരെ മാനന്തവാടി അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും തിരുനെല്ലി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുമാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കാലാവധി പൂർത്തിയാകാതെ ക്ഷേത്രത്തിന്റെ നിക്ഷേപങ്ങൾ ഒറ്റയടിക്ക് പിൻവലിച്ചാൽ സഹകരണ സംഘങ്ങൾ പ്രതിസന്ധിയിലാകുമെന്ന ഹർജിക്കാരുടെ വാദം കോടതി അംഗീകരിച്ചില്ല. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിന് 1.73 കോടി രൂപയുടെ നിക്ഷേപം മാനന്തവാടി അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലും 8.5 കോടി രൂപയുടെ നിക്ഷേപം തിരുനെല്ലി സഹകരണ ബാങ്കിലുമുണ്ട്. തൃശ്ശിലേരി ശിവക്ഷേത്രത്തിന് മാനന്തവാടി അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 15.68 ലക്ഷം രൂപയുടെ നിക്ഷേപവും തിരുനെല്ലി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ 1.5 കോടി രൂപയുടെ നിക്ഷേപവുമാണുള്ളത്. ദേവസ്വത്തിന്റെ സ്ഥിര നിക്ഷേപങ്ങൾ തിരികെ നൽകാൻ ബാങ്കുകൾ ആവർത്തിച്ച് വിസമ്മതിച്ചതിനെ തുടർന്ന് 5 സഹകരണ ബാങ്കുകളോട് ദേവസ്വത്തിന്റെ സ്ഥിര നിക്ഷേപങ്ങൾ അടച്ചുപൂട്ടി മുഴുവൻ തുകയും 2 മാസത്തിനുള്ളിൽ തിരികെ നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഹൈക്കോടതിയുടെ പെട്ടെന്നുള്ള നിർദ്ദേശം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന ബാങ്കുകളുടെ വാദങ്ങൾ മുഖവിലക്കെടുക്കാൻ കഴിയില്ലെന്ന് ബെഞ്ച് വ്യക്തമാക്കി. ഉപഭോക്താക്കളെയും നിക്ഷേപങ്ങളെയും ആകർഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ തീരുമാനമാണെന്ന് കോടതി പറഞ്ഞു. ഉത്തരവ് നടപ്പിലാക്കുന്നതിനായി സമയം നീട്ടി നൽകണമെന്ന ആവശ്യം ഉന്നയിക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാൻ ബാങ്കുകൾക്ക് അനുമതി നൽകി. ക്ഷേത്രത്തിന്റെ സ്ഥിര നിക്ഷേപങ്ങൾ തിരികെ നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് തിരുനെല്ലി ദേവസ്വമാണ് കോടതിയെ സമീപിച്ചത്. തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്ക് ലിമിറ്റഡ്, സുശീല ഗോപാലൻ സ്മാരക വനിതാ സഹകരണ സൊസൈറ്റി ലിമിറ്റഡ്, മാനന്തവാടി സഹകരണ റൂറൽ സൊസൈറ്റി ലിമിറ്റഡ്, മാനന്തവാടി സഹകരണ അർബൻ സൊസൈറ്റി ലിമിറ്റഡ്, വയനാട് ടെമ്പിൾ എംപ്ലോയി സഹകരണ സൊസൈറ്റി ലിമിറ്റഡ് എന്നീ ബാങ്കുകളോട് 2 മാസത്തിനുള്ളിൽ ഫണ്ട് തിരികെ നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു.